സോനു അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ സ്പേസിൽ ഒരു ഓർഡിനറി സ്ലൈഡിങ്ങിൻ്റെ വർക്കാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഫ്രെയിമാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.25 സ്ക്വയർ വെച്ചിട്ടാണ് ഈ ഫ്രെയിം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രെയിം കട്ട് ചെയ്യാണ്. 45 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഫ്രെയിം കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഹൈറ്റും 2 വിക്തും ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൽ സ്റ്റീലിൻ്റെ ഒരു ചാമ്പ്യൻ കളറാണ് ഫ്രെയിമിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വർക്കിൻ്റെ ഫുള്ളായിട്ടുള്ള മേക്കിംഗ് വീഡിയോ ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വർക്ക് എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഈ ഫ്രെയിം ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 3/4 ക്ലീറ്റ് ആംഗിളാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ 4 പീസും കട്ടിങ് കഴിഞ്ഞു. 2 ഹൈറ്റും 2 വിക്തും. ഇനി 2 ഹൈറ്റ് പീസിലും നമ്മൾ ആംഗിൾ വെച്ചെടുക്കുകയാണ്. അപ്പോൾ 45 ഡിഗ്രിയിൽ നമ്മൾ 3/4 ആംഗിൾ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കോർണറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആംഗിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോർണർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ 2 പീസിലും ആംഗിൾ വെച്ച് കഴിഞ്ഞ് ഇനി ഈ ഫ്രെയിം നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ജോയിൻ്റ് ചെയ്യണത് നമ്മൾ റിബിറ്റ് തന്നെയാണ് ഇതിൽ അടിക്കണത്. ഫ്രെയിം അസംബിൾ ചെയ്തെടുക്കുമ്പോൾ അകത്തെ സൈഡാണ് നമ്മൾ ആദ്യം റിബിറ്റ് അടിച്ചെടുക്കുക. എന്നിട്ടാണ് ബാക്ക് സൈഡിൽ റിബിറ്റ് അടിച്ചെടുക്കാറ്. അപ്പം അങ്ങനെ അകത്തെ സൈഡിൽ ആദ്യം റിബിറ്റ് അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ജോയിൻ്റ് പക്കയായിട്ട് കിട്ടും. ഈ ഫ്രെയിം അസംബിൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ അകത്ത് 2 റിവിറ്റും പുറത്ത് 2 റിവിറ്റും ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഈ 2 റിവിറ്റായിട്ട് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിന് നല്ല ബലമായിരിക്കും. ഇപ്പം നമ്മൾ ഫ്രെയിം ഇപ്പോൾ കൂട്ടിയെടുക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ജോയിൻ്റൊക്കെ ഇപ്പോൾ പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് സി ചാനൽ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 1 ഇഞ്ച് സി ചാനലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സി ചാനൽ 45 ഡിഗ്രിയിൽ തന്നെയാണ് കട്ട് ചെയ്യണത്. ഇനി ഫ്രെയിമിൽ റിബിറ്റ് അടിച്ചു കൊടുത്ത ഭാഗം തടയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഫുള്ളായിട്ടുള്ള സി ചാനലിൻ്റെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ അടുത്തത് നമ്മൾ ഇതിലേക്കുള്ള ഷട്ടർ കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർലോക്ക് ഹൈറ്റിൽ 2 പീസ് ഇൻ്റർലോക്കും ഷട്ടർ പ്ലെയിന് ഹൈറ്റിൽ 2 പീസും വിക്തിൽ 4 പീസുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 45 ഡിഗ്രിയിലാണ് ഷട്ടർ പ്ലെയിനും ഇൻ്റർലോക്കും കട്ട് ചെയ്യണത്. അപ്പോൾ വർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് 45 ഡിഗ്രിയിലാണ്. അപ്പോൾ 45 ഡിഗ്രിയിൽ ഷട്ടർ പ്ലെയിന് ചെയ്യുമ്പോൾ
നമ്മൾ ഹൈറ്റിൽ 3/8 ലൂസ് ഇട്ട് കൊടുക്കണം. ഹൈറ്റിൽ ഇന്നർ അളവിൽ നിന്നാണ് നമ്മൾ 3/8 ലൂസ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഹൈറ്റ് പീസ് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ 2 ഷട്ടർ പ്ലെയിനും 2 ഇൻ്റർലോക്കുമാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ഹൈറ്റ് പീസിൽ നമ്മൾ ഫസ്റ്റിൽ ആ ഗ്രൂവിൻ്റെ എൻഡിലായിട്ട് തന്നെ നമ്മൾ ഓരോ ഹോൾസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ സ്ക്രൂ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 180 വിറ്റിട്ടിട്ടാണ് ആദ്യം ഹോൾസ് അടിച്ചെടുക്കുന്നത്. ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് വേണ്ട ഹോൾസ് 532 ബിറ്റിൻ്റെ ഹോൾസാണ്. അപ്പോൾ അത് രണ്ടാം വരി നമ്മൾ വീണ്ടും 532 ഇട്ടിട്ട് ഒന്നും കൂടിയും ഹോൾസ് വലുതാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റിൽ ഒറ്റയടിക്ക് തന്നെ ഹോൾസ് 532 ഇട്ട് അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അടിക്കാൻ കഴിയില്ല. അതിനാണ് 180 വിറ്റിട്ടിട്ട് ആദ്യം ഹോൾസ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇത് ഹോൾസ് അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എൻഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കായിട്ട് 180 ഇട്ടിട്ട് ഹോൾസ് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ സ്ക്രൂ ചെയ്യുമ്പോൾ പൊട്ടി പോരാൻ സാധ്യത ഉണ്ട്. പിന്നെ അടുത്തത് നമ്മളിതിൻ്റെ വിക്ത് പീസ് 4 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിക്ത് അളവെടുക്കുമ്പോഴും ഇന്നർ അളവിൽ നിന്ന് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയിടണം. എന്നിട്ട് അതിനെ പകുതിയാക്കണം. അതായത് ഇപ്പോൾ നമ്മൾ 39 ഇഞ്ച് ഇന്നർ അളവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ 40 ഇടുക. എന്നിട്ട് അതിനെ പകുതിയാക്കുക. അപ്പോൾ 20 ഇഞ്ച് വരും. അങ്ങനെ ഇത് അളവെടുക്കണം. ഇപ്പോൾ ഇതിൽ നമ്മൾ 2 ചെറിയ വീലാണ് ഇതിൻ്റെ 2 പീസിൽ പിടിപ്പിച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ബോട്ടം പീസാണ്. ഇനി ടോപ്പിലേക്കുള്ള പീസിൽ നമ്മൾ വെതർ ഷിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ വെതർ ഷിപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ടോപ്പിലെ 2 പീസിൽ വെതർ ഷിപ്പും താഴത്തെ 2 പീസിൽ വീലും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വീല് 1/4 സ്ക്രൂ തന്നെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡും ബ്ലാക്കും ആയിട്ടാണ് നമ്മളിതിവിടെ ചെയ്തെടുക്കുന്നത്. ഷട്ടറിനകത്തേക്കുള്ള ഷീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഉള്ളളവിൽ നിന്ന് ഹൈറ്റിലും വിക്തിലും 180 ലൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഷട്ടറിൽ ഷീറ്റ് ഇട്ടിട്ട് കൂട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഈ ഷട്ടർ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ക്രൂ 6-32 പറയുന്ന സ്ക്രൂ ആണ്. ഇതിൽ ഇൻ്റർലോക്ക് വരിക 2 സൈഡും സെൻറ്ററിലാണ്. നമ്മുടെ ഷട്ടറിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഇൻ്റർലോക്ക് വരിക. അപ്പോൾ ഒന്ന് അകത്തെ സൈഡിക്കും ഒന്ന് പുറത്തെ സൈഡിക്കും ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ടിലേക്ക് ചെയ്യുമ്പോൾ ആ സൈഡ് കറക്റ്റായിട്ട് ഷീറ്റ് ഇട്ട് വെക്കണം. രണ്ടാമത് ചെയ്യണ ഷീറ്റ് നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഭാഗത്തേക്ക് ഫിനിഷിങ് സൈഡ് വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പം നമ്മൾ ഷീറ്റ് ഇടുന്ന വർക്ക് ഏകദേശം ഫിനിഷിങ് ആയി. ഇപ്പം നമ്മളിവിടെ ഫ്രണ്ടിലേക്ക് ഇടുന്നത് റെഡ് കളറാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഫുള്ള് പ്ലെയിൻ ആയിരിക്കും. ബ്ലാക്ക് ഇടുന്ന സൈഡാണ് ഇൻ്റർലോക്കിൻ്റെ സൈഡിൽ നമ്മൾ ഫ്രണ്ട് സൈഡായിട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഡയറക്റ്റ് റബ്ബർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ആദ്യം ഞാൻ സിലിക്കോൺ അടിച്ചെടുത്തിട്ടാണ്, ക്ലിയർ സിലിക്കോണാണ് ഇതിന് യൂസ് ചെയ്യണത്. എന്നിട്ടാണ് ഞാൻ അതിൽ റബ്ബർ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ചുങ്ങ് എന്തെങ്കിലും ചെയ്യുമ്പോൾ റബ്ബർ ഊരി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിലിക്കോൺ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ലൈഫ് കിട്ടും. അപ്പോൾ അതിനാണ് സിലിക്കോൺ അടിച്ചിട്ട് റബ്ബർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ യു ടൈപ്പ് റബ്ബറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ യു ടൈപ്പ് റബ്ബർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതാവുമ്പോൾ ഫ്രണ്ടിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അത്യാവശ്യം കുറേ കാലം നമുക്ക് റബ്ബറിന് ഈട് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റബ്ബർ നമ്മൾ എണ്ണമെഴുക്കൊന്നും ഇല്ലാത്ത
നല്ല ക്വാളിറ്റി റബ്ബറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്, എങ്കിലും ഈ റബ്ബർ നല്ല ലൈഫ് കിട്ടുന്ന ഒരു റബ്ബർ കൂടിയാണ്. അപ്പോൾ ഇതിൽ റബ്ബർ ബീഡിങ് ഇടുന്ന വർക്ക് കഴിഞ്ഞ് ഇനി നമ്മൾ ഈ ഫ്രെയിമിൽ ഈ ഷട്ടറൊന്ന് കയറ്റിയിട്ട് നോക്കുകയാണ്. ഇനി 2 ഷട്ടറിലും ഓരോ ഹാൻഡിലും കൂടി വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ ഹാൻഡിൽ നമ്മൾ ഇവിടെ തുളച്ചിരിക്കുന്നത് ഷീറ്റിലാണ് തുളച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു C ടൈപ്പ് ഹാൻഡിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഷീറ്റിൽ തുളക്കുക കാരണം കൊണ്ട് നമ്മളിത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു വാഷർ ഇട്ടിട്ടാണ് സ്ക്രൂ ചെയ്തെടുക്കുന്നത്. ഈ ഹാൻഡിലിന് കുറച്ച് വീതി കൂടുതൽ കാരണമാണ് നമ്മൾ ഷീറ്റിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെരിഞ്ഞിരിക്കും. അപ്പോൾ അത് കാരണം ഷീറ്റിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ ഉള്ള ആംഗിളാണ് ഈ കാണിക്കണത്. അപ്പോൾ ഇത് നമ്മൾ മുക്കാൽ ആംഗിള് പ്ലേറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ചിൽ ഇത് നമ്മൾ ബെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുമരിലേക്ക് കുറച്ച് അങ്ങോട്ട് നീക്കി തുളക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഭിത്തി പെട്ടെന്ന് പൊട്ടിപ്പോരൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലാമ്പ് വെച്ച് കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും 1 ഇഞ്ച് ആംഗിളാണ് വെച്ച് കൊടുക്കാറ്. പക്ഷെ 1 ഇഞ്ച് ആംഗിൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ചെരിച്ച് തുളക്കുകയൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചുമരിൽ ഒന്നും കൂടി ബലം കിട്ടും, ഹോൾസ് അടിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഈ ആംഗിളൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിതിൽ ആംഗിൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആംഗിൾ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഭിത്തി കട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിം കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 5/8 2 സൈഡിൽ നിന്നും ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് വേണം അളവെടുക്കാൻ. നമ്മൾ ഫ്രെയിം ഫിറ്റ് ചെയ്യാണ് ഇനി. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നീക്കി വെച്ചിട്ട് നമ്മളിതിൻ്റെ ഹോൾസ് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ 7mm പ്ലഗാണ് ഇതിൽ അടിച്ചെടുക്കുന്നത്. എന്നിട്ട് 8ക്ക് 32 സ്ക്രൂ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ക്ലാമ്പ് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഫിറ്റിങ് കഴിഞ്ഞ് ഇനി ഇതിൽ ഷട്ടർ കൂടെ ഒന്ന് കയറ്റിയിട്ട് നോക്കാം. അപ്പോൾ ഷട്ടറും കൂടിയും കയറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷിംഗ് ആയി. നമ്മളിതിൽ C ചാനലിൽ ഫുള്ളായിട്ട് 1/8 റിബിറ്റ് തന്നെയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ് PVCയുടെ ഒരു ലാമിനേറ്റ് ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മുടെ ഭാഗത്തിപ്പോൾ അധികമായിട്ടില്ല ഇറങ്ങിയിട്ട്. അപ്പോൾ ഇത് കിച്ചണിലേക്കൊക്കെ നല്ലൊരു ഷീറ്റാണെന്നാണ് തോന്നുന്നത്. കുറച്ച് വെയിറ്റൊക്കെ വരുന്നുണ്ട് ഈ ഷീറ്റിന്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ള ഭാഗത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.
ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.